എന്റെ ഒരു സുഹൃത്തുണ്ട്, നിജോ എന്നാ പേര്. നിജോ പോത്തുകല്ല് എരുമമുണ്ട സ്വദേശിയാണ്. ഓൻ ഈ പറഞ്ഞതുപോലെ പന്നി ഫാം ഒക്കെ ഉണ്ട്. അതായത് ബ്രീഡ് ചെയ്യിച്ചുകാണ്ട് പന്നികളെ വിൽക്കാനുള്ള ഒരു സംരംഭവുമായിട്ടാണ് അവന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എന്റെ പഴയ ഒരു സുഹൃത്തുണ്ട്, രഞ്ജിത്ത് എന്ന് പറയും. ഞങ്ങൾ രഞ്ജൻ എന്നാ വിളിക്കുക. പൂക്കോട്ടുംപാടം പൊട്ടിക്കല്ല് എന്ന് പറയുന്ന സ്ഥലത്താണ് ഓന്റെ പന്നി ഫാം വർഷങ്ങളായിട്ടുള്ളത്. ഓനാണ് ഞങ്ങളുടെ നാട്ടിൽ അങ്ങാടിയിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയി അതുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് നടത്തി കൊണ്ട് ഇരിക്കുന്നത്. ഇന്ന് വരെ ഈ പറഞ്ഞ നിജോ ആകട്ടെ, ഈ പറയുന്ന രഞ്ജിത്ത് ആകട്ടെ, ഇന്നോട് വന്നിട്ട് ഇജ് നിർബന്ധിച്ചു കണ്ട് ഇജ് പന്നി കഴിക്കണം എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഞാൻ അതോട്ട് തിന്നിട്ടില്ല. അത് ഓല് വളർത്തുന്നു, ഓല് കച്ചവടം ചെയ്യുന്നത്, അത് തിന്നുന്ന ആളുകൾക്കാണ് ഓല് കൊടുക്കുന്നത്. അത് ഓലൊരു ബിസിനസ്സാണ്. ഓൽക്കത് ഹറാമും ആക്കിയിട്ടില്ല, അതേപോലെ തന്നെ അത് നിഷിദ്ധമാക്കിയിട്ടില്ല. അങ്ങനെ ഒരു ആശയത്തിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് ഓല ആ വഴിക്ക് പോകുന്നു. അതാരെയും ഓല് നിർബന്ധിച്ചിട്ട് തീറ്റിച്ചിട്ടുമില്ല, തിന്നാൻ പറഞ്ഞിട്ടില്ല. സുഹൃത്ത് എന്നുള്ള നിലക്ക് ഓനെ അറിയാതെ പോലും കൊണ്ടുവന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ എന്റെ വേറൊരു സുഹൃത്തുണ്ട്, നിജോ എന്ന് പറയുന്നത് ഓഫ് റോഡ് ജീപ്പിലെ ഒരു അംഗമാണ്. അതേപോലെ തന്നെ എന്റെ ഓഫ് റോഡ് ജീപ്പിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് വിവേക് പി മേനോൻ. അദ്ദേഹം ബീഫും കഴിക്കും, മീനും കഴിക്കും, മട്ടനും കഴിക്കും, എല്ലാം കഴിക്കും. ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല നിങ്ങൾ ബീഫ് കഴിക്കണ എന്താ, നിങ്ങൾക്ക് ഇത് കഴിക്കാം. ഇങ്ങനത്തെ ഒരു ടോക്കിങ് ഞങ്ങൾ നടത്തിയിട്ടേ അല്ല. കാരണം അവനാണ് എന്താണോ കഴിക്കാൻ പറ്റുക. പാമ്പിനെ തിന്ന ഒരു പാമ്പിനെ തിന്നോട്ടെ. അതേപോലെ തന്നെ ഇപ്പൊ ചൈനീക്ക് നോക്കി കഴിഞ്ഞാൽ കുറെ കൂറനെയും മറ്റേ പുഴുക്കളൊക്കെ തിന്നണ കാണാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഓല അത് തിന്നോട്ടെ. ഇതാരും ആരും നിർബന്ധിക്കുക, അതേപോലെ തന്നെ അടിച്ചേൽപ്പിച്ച് തീറ്റിച്ച, അല്ലെങ്കിൽ തിന്നു എന്ന് പറഞ്ഞുകൊണ്ട് തല്ലിക്കൊല്ലുക, ഇങ്ങനെയൊക്കെ ആവുമ്പോഴാണ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് എതിരെ സംസാരിക്കുന്ന ആൾക്കാരാ. ഇപ്പൊ വയനാടിന്റെ റീബിൽഡ് വയനാട് എന്ന് പറയുന്ന അതിന്റെ പേരിൽ കോതമംഗലത്ത് ഡിവൈഎഫ്ഐയുടെ പേരിൽ പോർക്ക് ഫെസ്റ്റ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകള് വാട്സപ്പിലൂടെയും മറ്റുമൊക്കെ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുക. ഇന്നലെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പച്ച നുണ ഉണ്ടാക്കി പറഞ്ഞ് ആ രീതിയിൽ വ്യാജ വാർത്ത സൃഷ്ടിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അതിനെ എതിർത്ത്. കാരണം അദ്ദേഹത്തിന് അത് പറയേണ്ട ആവശ്യമില്ല, അത് തിന്നണോല് തിന്നോട്ടെ. വയനാട്ടിലേക്കുള്ള റീബിൽഡുമായി ബന്ധപ്പെട്ട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും പല കോലത്തിലും പല ആളുകളും പല ഫെസ്റ്റിവലുകളും നടത്തുന്നുണ്ട്. ഈ ഡിവൈഎഫ്ഐ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ബിരിയാണി ചലഞ്ച്, പായസ ചലഞ്ച്, മറ്റുള്ളതൊക്കെ നടത്തുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിലുള്ള പിരിവ് നടന്നു. മറ്റുള്ള സംഘടനകളും പാർട്ടികളും ഒക്കെ അതേ രീതിയിൽ പിരിവും കാര്യങ്ങളുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ പണമായിട്ട് അങ്ങനെ സഹായമായിട്ടാണ് ചെല്ലുന്നത്. അല്ലാതെ വയനാട് ചെന്നുങ്ങാണ്ട് പന്നികളെ അറുത്തുങ്ങാണ്ട് ഏതെങ്കിലും മുസ്ലിങ്ങളെ അണ്ണാക്കൊക്കെ ആരെങ്കിലും വെച്ച് തന്നിട്ടുണ്ടോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? വെറുതെ ഓരോ വിവാദങ്ങളും മറ്റുള്ള രീതിയിൽ പോകുമ്പോൾ നമ്മൾ മുഹമ്മദ് അഖ്ലാഖിനെ ചർച്ച ചെയ്തത് പശുവിറച്ചി കഴിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് തല്ലിക്കൊന്നതുമായി ബന്ധപ്പെട്ട. അങ്ങനെ എത്ര ആളുകളെ തല്ലിക്കൊന്നത്, വസ്ത്രത്തിന്റെ പേരിൽ പ്രണയിച്ചതിന്റെ പേരിലൊക്കെ തല്ലിക്കൊന്നതും അതിലൂടെ രാഷ്ട്രീയം വളർത്താനൊക്കെ നോക്കിയതിനെതിരെ നിൽക്കുമ്പോൾ ഒരു കാര്യവുമില്ലാതെ ഈ രീതിയിൽ ഇതിനെതിരെ സംസാരിക്കുക. ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പൊ ഞാൻ എന്റെ സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ മനസ്സിലാക്കിയത് ഇത് തിന്നതിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്നതും ഇതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ പരാമർശിക്കുന്നതും ഒക്കെ ഇവർക്കൊക്കെ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, ഇവരെ രാഷ്ട്രീയം വളർത്തുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ഒലക്ക് ഇതിലില്ല. തിന്നണോല് തിന്നോട്ടെ, തിന്നാത്തോ തിന്നണ്ട. ഇപ്പൊ എനിക്ക് ഒട്ടകത്തിനെ തിന്നാൻ ഇന്ത്യ രാജ്യത്ത് പൂതിയുണ്ട്. ഇവിടെ ഒട്ടകം അറുത്ത് തിന്നാൻ പറ്റുമോ? പറ്റൂല, അത് ബാൻ ചെയ്തിട്ടുണ്ട്. പുള്ളിമാന്റെ ഇറച്ചി ദുബായി പോയാൽ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് തിന്നാൻ പറ്റുമോ? പറ്റൂല. ചിലത് തിന്നാൻ ആഗ്രഹിച്ചാലും കിട്ടൂലെന്ന്. ആ കോലത്തിലുള്ള ഒരു സിസ്റ്റം എവിടെ? ഇപ്പൊ പോർക്ക് കഴിക്കുന്നവർ അത് ഇപ്പൊ 500 കിലോ പോർക്കിന് ഇപ്പോ രണ്ടാമത്തെ ദിവസം ഓർഡർ ആയിരുന്നു. അത് കഴിക്കണോലാണ് കുട്ടികൾ അത് ഓർഡർ ചെയ്യുന്നത്. അത് വിറ്റിട്ടില്ല പൈസ വയനാടിന് വേണ്ട എന്ന് പറയണമെന്നാ. അങ്ങനെയാണെങ്കിൽ അത്തരം പറഞ്ഞ ആൾക്കാരൊന്നും റേഷൻ പിടിക്ക് തന്നെ പോകാൻ പാടില്ല. റേഷൻ കടിക്ക് പോകാൻ പാടില്ല. കള്ള് വിറ്റിങ്ങാണ്ടാണ് കേരളത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ഖജനാവിലേക്ക് പൈസ വരുന്നത്. ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് റേഷൻ വിതരണം ചെയ്യണതേ. അങ്ങനെയാണെങ്കിൽ അതിനും പോകാൻ പാടില്ല. നോക്കൂ, കള്ളല്ലല്ലോ ഒഴിച്ചു തരുന്നത്. ഓരോ സോഴ്സ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് അത് കുടിക്കുന്ന ആളുകള് അത് കുടിക്കുമ്പോൾ ടാക്സ് വാങ്ങുന്നു എന്ന് പറഞ്ഞതുപോലെ പന്നിയിറച്ചി തിന്ന ആളുകളുണ്ടെങ്കിൽ ആ പന്നിയിറച്ചി വാങ്ങിയിട്ട് ആ പണം, അതിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം സംഗതികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാം? ഞാൻ ഡിവൈഎഫ്ഐയുടെയോ അല്ലെങ്കിൽ മറ്റു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ പല സംഗതികളെയും രൂക്ഷമായി വിമർശിക്കുന്ന ഒരാളാണ്. എനിക്ക് ഈ വിഷയത്തിൽ ഇങ്ങനെയാ തോന്നിയത്. ആരെങ്കിലും അത് നിർബന്ധിച്ച് പന്നി മാംസം കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനെതിരെ നമ്മൾ നിലകൊള്ളും.
നേരെ മറിച്ച് അതൊന്നും ഇല്ലാതെ അത് കഴിക്കുന്ന എത്രയോ വിഭാഗങ്ങളില്ല. അവർ കഴിക്കുന്നു, അത് വാങ്ങുന്നു, അതിൽ നിന്നുള്ള ഒരു വരുമാനത്തിൽ നിന്ന് വയനാട്ടിലേക്ക് ആളുകൾക്ക് കൊടുക്കുന്നു. മാത്രല്ല അതിന്റെ സെക്രട്ടറിന്റെ അതിന്റെ ആളുകളെയൊക്കെ ഞാൻ പരിശോധിച്ച് നോക്കി. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ വെച്ചാൽ 350 ഉറുപ്പ്യ വിലയുള്ള പന്നിയിറച്ചി കിലോക്ക് 360 നിരക്കിൽ വിതരണം ചെയ്തു. പലരും അതിൽ കൂടുതൽ തുക നൽകിയതായി ഡിവൈഎഫ്ഐന്റെ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ഷൈജിൻ, ഞാൻ മനസ്സിലാക്കാൻ അയാൾ ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതേപോലെ തന്നെ അടുത്തത് ഇപ്പോ 500 കിലോ ഓർഡർ കിട്ടിയത് ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി രഞ്ജിത്ത്. ഇവരൊക്കെ ഈ പറയുന്നത് പോലെ അത് അവർക്ക് നിഷിദ്ധമാക്കിയതൊന്നും അല്ലല്ലോ. എന്നിട്ട് അതിന് ജിഫ്രി തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു മതസംഘടനാ നേതാവിന് ഒരു കാരണമില്ലാതെ വലിച്ചയച്ച്, അത് വേറൊരു ചർച്ച. ഇപ്പൊ പാമ്പിനെ തിന്നുന്ന ആൾക്കാരുണ്ട്, പാമ്പ് ഇവിടെ അലൗഡാന്ന് കുട്ടിക്കോളി. അപ്പൊ അവിടെ പാമ്പ് ഫെസ്റ്റിവൽ നടക്കും, അത് തിന്നുന്ന ആളുകൾക്ക് അത് കൊടുത്തിട്ട് ആ പണം വാങ്ങിയിട്ട് ഈ രീതിയിൽ റീബിൽഡ് ചെയ്യും. ഇതൊക്കെ സർവ്വസാധാരണമാണ്. നമ്മളെ ഒരുപാട് ജനങ്ങൾ തിങ്ങി, പല സംസ്കാരങ്ങളും പല ഭാഷകളും ദേശങ്ങളും നിറങ്ങളും പല ഭക്ഷണ രീതികളും ഇല്ല ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പൊ ആ രീതിയിൽ അത് ചെയ്തതിന്റെ പേരിൽ അത് വിവാദമാക്കേണ്ട ഒരാവശ്യമല്ല. അത്തരം വിവാദമാക്കുന്നവർ ഒറ്റ ലക്ഷ്യമുള്ളൂ. മുഹമ്മദ് അഖിലാഖിനെ ഇറച്ചി കഴിച്ചു എന്ന് തല്ലിക്കൊന്നതിന്റെ ആശയം എന്തായിരുന്നു? രാഷ്ട്രീയമായിരുന്നു അല്ലെ? പശുവിന്റെ പേര് തല്ലിക്കൊല്ലുന്നതിന്റെ അവസ്ഥ എന്താണ്? അത് രാഷ്ട്രീയം മാത്രമാണ്. അതിലൂടെ രാഷ്ട്രീയം വളർത്തുക, അധികാരത്തിലെത്തുക, കലാപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമ്മൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. എന്നിട്ട് ആ വിഷയത്തിൽ ഇപ്പുറത്ത് വരുമ്പോൾ വേറൊരു കോലത്തിൽ പറയാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പോർക്ക് ഫെസ്റ്റിവൽ നടത്തുന്ന പോർക്ക് ഫെസ്റ്റിവൽ നടത്തും. ഇനിയിപ്പോ അപ്പുറത്ത് പോയി നായ്ക്കളെ തിന്നുന്ന ആളുകളുണ്ടെങ്കിൽ അത് അവർ ആ രീതിയിൽ വിറ്റിട്ട് അങ്ങനെ റീബിൽഡ് ചെയ്യും. ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് നടക്കും. ഇപ്പൊ നമ്മളെ നാടിന്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ? കള്ള് വിറ്റിട്ടുള്ള ഏറ്റവും കൂടുതൽ പണം വരുന്ന സർക്കാരാണ് നമ്മളെ കേരളത്തിലെ സർക്കാർ. ബീവറേജ് ഔട്ട്ലെറ്റ് എത്രയാ തുറന്നത്? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് റേഷൻ വാങ്ങാൻ പാടുണ്ടോ? ആ പണം കൊണ്ടാണ് റേഷൻ പീടിയിൽ നിന്ന് അരി വരുന്നത്. ഇതൊക്കെ സർക്കാരിന്റെ ചില സ്രോതസ്സുകൾ അങ്ങനെയാണ്. അല്ലാതെ കള്ളു കൊണ്ടെന്നിങ്ങാണ്ട് ആരൊക്കെങ്കിലും അണ്ണാക്കിൽ പറഞ്ഞു തരലുണ്ടോ? ഇല്ല. എന്റെ ഈ വിഷയത്തിൽ അഭിപ്രായം ഇതാണ്. ഇനിയിപ്പോ ഇതിന്റെ മേലൊക്കെ അഭിപ്രായമുള്ള ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് റേഷൻ കാർഡ് പോയിട്ട് ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ആ പൈസ വേണ്ട, ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. അതിപ്പോ എല്ലാവർക്കും അത് നടക്കുമോ എന്നുള്ളത് അറിയില്ല. എന്നിട്ട് ഓലൊക്കെ ഈ പറഞ്ഞ പോലെ കുറ്റക്കാരായി മാറുന്ന ഒരു സിസ്റ്റം എവിടെയില്ല. അതൊക്കെ വെറുതെ ഉണ്ടാക്കി വലിച്ചയച്ച് കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഏതായാലും ഇത്തരം വിഷയങ്ങളെയൊക്കെ ആ രീതിയിൽ കണ്ടുകൊണ്ട് ആ രീതിയിൽ എടുത്തുകൊണ്ടാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകേണ്ടത്. ചില ആളുകളൊക്കെ കമന്റ് കണ്ടാൽ തോന്നും ഇവരൊന്നും ഈ നാട്ടിലല്ല ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോവുക. എന്തൊരവസ്ഥയാണ് ഇതെന്നൊക്കെ. ഇതൊന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഏതായാലും ആ വയനാടിനെ റീബിൽഡ് ചെയ്യട്ടെ, അവർ വീണ്ടും നല്ല രീതിയിലാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിർത്തുന്നു. നന്ദി.